ചേന കൊണ്ടൊരു മുളകോഷിയാണ് വയ്ക്കുന്നത്. മുളകോഷ്യത്തിന് ആവശ്യമായിട്ടുള്ള മുളക് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഈ മുളകും 1 സ്പൂൺ കുരുമുളകും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയാണ് മുളകോഷ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴയ രീതിയിലുള്ള മുളകോഷ്യമാണ്. ചില സ്ഥലങ്ങളിൽ ഇത് തേങ്ങയും ജീരകവും ചേർത്ത് അരച്ച് വെച്ച് കറി വയ്ക്കാറുണ്ട്. ഇത് പഴയ ആൾക്കാർ വയ്ക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. വറ്റൽ മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിക്കാത്ത കുരുമുളകും എല്ലാം കൂടെ അരച്ച് ചേർത്തുള്ള ഒരു കറിയാണത്. ചേനയൊക്കെ വെന്ത് ഇത്തിരി കൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഒഴിച്ചെടുക്കാം. അരപ്പ് ഇത്തിരി കൂടെ കുറുകി വന്ന ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് എടുക്കാം. അരപ്പ് നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ തിരുമി ഇട്ട് കൊടുക്കാം. ഇതിന് കടുക് വറുത്തൊന്നും ഒഴിക്കില്ല. അങ്ങനെ നമ്മുടെ ചേന മുളകോഷ്യം റെഡി ആയിട്ടുണ്ട്.